എല്ലാവരും നമ്മളോട് സംസാരിക്കുന്നവരൊക്കെ പറയുന്നത് അങ്ങനെ തന്നെയാണ്. ഇന്നൊരു ഒരു എന്താണ് അതിലൊരു നിർണായക വഴിത്തിരിവുണ്ടാകും എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ ഒരു നിർണായക വഴിത്തിരിവിലേക്ക് എത്തത്തക്ക തരത്തിലുള്ള വിവരങ്ങൾ ആ തെരച്ചിൽ നടക്കുന്ന സ്ഥലത്തുണ്ടാകുമെന്നത് ഒരു ഉറപ്പ് എല്ലാവർക്കും ഉണ്ടെന്ന് തോന്നുന്നു, അല്ലേ? വിജയകുമാർ, ഉറപ്പായിട്ടും. കാരണം അതായത് നമുക്ക് അനുവദിച്ചിരിക്കുന്നത് 1 മണിക്കൂറായിരുന്നു ഈ അപകട മേഖലയിലെ ഈ തെരച്ചിലിന് ദൃശ്യം പകർത്താൻ. ഇപ്പോൾ ഏതാണ്ട് ആ സമയപരിധി അവസാനിച്ചു. ഒരുപക്ഷെ നമ്മളിനി ഇങ്ങോട്ടേക്ക് മടങ്ങി വരുമ്പോൾ ഒരു ശുഭ സൂചന ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകട്ടെ എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും നമുക്ക് ഇവിടെ നിന്ന് തിരിക്കാൻ സമയമായിരിക്കുന്നു. ഈ അപകട മേഖലയിൽ കൂടുതൽ സമയം നമ്മളെ നിർത്തില്ല. കാരണം ഇവിടെ ഒരു സേഫ്റ്റി മെഷേഴ്സ് അടക്കമുള്ള കാര്യങ്ങൾ പാലിക്കുന്നുണ്ട്. ഏതായാലും അരുൺ പൂപ്പറമ്പ് കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. അരുൺ പൂപ്പറമ്പ്, ഇതിൽ എല്ലാവരും പറയുന്നു വളരെ പോസിറ്റീവായ ഒരു സാധനം. പക്ഷേ ഇപ്പോൾ ഈ നദിയുടെ ഭാഗത്തേക്ക് തിരച്ചിൽ അങ്ങോട്ടേക്കും പതുക്കെ പോകുന്നു. അപ്പോൾ ഒരു റിവർ സ്ലോട്ട് അടക്കം ഉണ്ടാക്കി അങ്ങോട്ടേക്ക് ഇറങ്ങിയുള്ള പരിശോധന അടക്കം ഒരു പക്ഷേ വരും മണിക്കൂറുകൾ ഉണ്ടാവില്ലേ? ഇതിപ്പോൾ നിലവിൽ ഇന്ന് എന്തെങ്കിലും ലഭിച്ച സിഗ്നലിന്റെ ഭാഗമായിട്ട് നടത്തുന്ന ഒരു പോയിന്റ് ഔട്ട് ചെയ്തുള്ള തെരച്ചിലല്ല. കഴിഞ്ഞ ദിവസം തന്നെ ഈ പുഴക്കര, അതായത് പുഴയോട് ചേർന്ന ഭാഗത്ത് ഒരു സിഗ്നൽ ലഭിച്ചിരുന്നു. അങ്ങനെ അവർക്ക് അങ്ങനെ ഒരു സംശയം അവർ പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇത് വലിയ മണ്ണിടിച്ചിലിൽ ഈ ദേശീയപാതയും ഭേദിച്ച് ഈ പുഴയിലേക്ക് മണ്ണും ലോറിയും പതിച്ചു എന്നതിൽ മറുകരയിലുള്ള ഒരു ദൃശ്യം ഉൾപ്പെടെ ഇന്നലെ പുറത്തു വന്നതാണ്. അപ്പോൾ സ്വാഭാവികമായും ഇന്ന് ഇത്തരം ഒരു യന്ത്ര സംവിധാനം എത്തിച്ച് ഇവിടെ പരിശോധന നടത്തുമ്പോൾ സൈന്യം ആദ്യം നിർദ്ദേശം നൽകിയത് ഈ നിലവിൽ നേരത്തെ ലഭിച്ച സിഗ്നൽ അവിടുത്തെ മണ്ണ് നീക്കാനുണ്ട്, അത് കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടത്തണം എന്ന് ഈ യന്ത്ര സംവിധാനം അങ്ങനെ ഒരു നിർദ്ദേശവും അങ്ങനെ ഒരു തീരുമാനവും ഉണ്ടായിട്ടുണ്ട്. ഇതേ തുടർന്നാണ് കഴിഞ്ഞ 2 മണിക്കൂറായി ഒരു പോയിന്റ് ഔട്ട് ചെയ്തുകൊണ്ടുള്ള തെരച്ചിൽ നടത്തുന്നത്. നമുക്ക് അത്തരത്തിൽ എന്തെങ്കിലും ഒരു പ്രതീക്ഷ നൽകുന്ന എന്തെങ്കിലും ഒരു വിവരം വരുന്ന മണിക്കൂറിൽ ലഭിക്കും എന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കാം. പക്ഷേ അത്തരത്തിലുള്ള സംശയം മാത്രമാണ്. എന്തെങ്കിലും ഒരു സ്ഥിരീകരണം ഇതിൽ ഉണ്ടായിട്ടില്ല. ആ പരിശോധന ഇപ്പോഴും പൂർത്തിയായിട്ടില്ല. അത് ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ കൈകൾ, അത് യന്ത്ര സംവിധാനത്തിന്റെ വലിയ കൈകൾ ഇപ്പോഴും ആ പുഴയിലേക്ക് നീട്ടി അതിന്റെ പരിശോധന തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് അതിന്റെ മുകളിലുള്ള മണ്ണ് അല്പം നീക്കം ചെയ്തിട്ടാണ് പിന്നീട് 2ാം ഘട്ടം എന്നോട് പുഴയിലേക്ക് കടന്നിട്ടുള്ളത്. എന്തായാലും അവർ കഴിഞ്ഞ 2 മണിക്കൂറായി ഒരു സ്ഥലം കേന്ദ്രീകരിച്ച് അത്തരത്തിൽ തെരച്ചിൽ നടത്തുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സാധ്യത അവർ അതിൽ മുന്നിൽ കാണുകയോ എന്തെങ്കിലും ഒരു സംശയം അവർക്ക് സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുകയോ ചെയ്തിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് അവർക്ക് അവിടെ അത്തരത്തിലുള്ളൊരു പരിശോധന നടത്തണമെന്ന് സൈന്യത്തിന്റെ നിർദ്ദേശവും ലഭിച്ചിട്ടുണ്ട് എന്നതാണ് നമുക്ക് ഇപ്പോൾ സ്ഥിരീകരിച്ച് നൽകാൻ കഴിയുന്ന വിവരം. വിജയകുമാർ, ഇതാണ് അതായത് അരുൺ പൂപ്പറമ്പ് ഇപ്പോൾ നൽകി. അഭിലാഷ് പള്ളിക്കരയ്ക്ക് പുറകോട്ട് വരാം. അതായത് ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പോകാനുള്ള സമയമായിരിക്കുന്നു. അതായത് കർണാടക പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മളോട് ഇവിടെ നിന്ന് മാറണമെന്ന് പറയുന്നു. കാരണം 1 മണിക്കൂർ സമയം ഈ പുതിയ യന്ത്ര സംവിധാനങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു ഇത് നടത്തിയത്. ഇപ്പോൾ അവസാനമായി നമുക്ക് ഒരിക്കൽ കൂടി ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അതായത് വിജയകുമാർ, ഇപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന ഈ പ്രദേശം, ആ പ്രദേശത്തിന് അവിടെയാണ് നമ്മുടെ സാനി എക്സ്കവേറ്റർ ഉപയോഗിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. ആ പ്രദേശത്ത് നിന്ന് വരും മണിക്കൂറുകളിൽ, വരും മിനിറ്റുകളിൽ ഒരു പോസിറ്റീവ് സൂചന ഉണ്ടാകട്ടെ, പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം.